നിങ്ങൾക്കും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വെജ് ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പി ഉണ്ടോ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നൂഡിൽസ് മുങ്ങിക്കിടക്കാൻ അത്രയും ആവശ്യമുള്ള വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് വേവിക്കാൻ വേണ്ടി വെക്കാം ആദ്യം തന്നെ. ഇനി അടുത്തത് സെഷ്വാൻ സോസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനൊരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഭാഗത്തിൽ താഴെ തക്കാളിയും വേണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് രണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും ഗാർലിക് ചോപ്പ് ചെയ്തും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗാർലിക് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു മിക്സ്ചർ ഇതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ശേഷം അതിൽ ആഡ് ചെയ്തേണ ഓയിൽ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നൂഡിൽസ് കുക്ക് ആയതുകൊണ്ട് ഞാനിവിടെ മാറ്റി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കും സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഗാർലിക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സെഷ്വാൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നൂഡിൽസ് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ.